എ പി ഉസ്താദിനെ മിനിയാന്ന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കളെയും കൊണ്ട് കാണാൻ പോയപ്പോൾ ഒരു സലാത്ത് ഒരു ചൊല്ലിക്കോട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചൊല്ലിത്തന്നൊരു സലാത്തുണ്ട്. ഓ വല്ലാത്ത സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ലാ അദദ മാ തുഹിബ്ബു വതഗ്ലാ. മലയാളത്തിൽ അർത്ഥം വെച്ചാൽ സലാത്തും സലാമും മുത്തുനബിക്കും ആലിനും സഹബിനും ഒക്കെ അല്ലാഹുവേ എൻ്റെ ഇഷ്ടം പൊരുത്തം പോലെ എൻ്റെ ഇഷ്ടം പോലെ പൊരുത്തം പോലെ ജിട്ടപ്പെടുന്ന എണ്ണം ഇജ് പൊരുത്തപ്പെട്ട എണ്ണം നമ്മളായിട്ട് പറയണില്ല. സലാത്ത് നീലിയക്കാണിയും തലിമികളെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ലാ അദദ മാ തുഹിബ്ബു വതഗ്ലാ. വല്ലാത്ത സലാത്ത്. അത് ചൊല്ലിക്കോളി. 700 ദിവസം ചൊല്ലിയ രാജാക്കന്മാരാകാം. മരിക്കുമ്പോൾ മുത്തുനബിയുടെ സമീപത്ത് വരും. ഈ തൊട്ടടുത്തല്ലേ ഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അവരെ കാണാൻ വേണ്ടി ബദർ ഉസ്താദാത്ത് തങ്ങൾ ഉസ്താദ് അവരെ ചെറുപ്പാണ് അന്ന് പോയി സലാത്തിൻ്റെ ഇജാത്ത് കൊടുത്തു. ഏതാറിയോ? മഗ്‌രിബിന് ശേഷം 11 സലാത്ത്, സുബഹിക്ക് ശേഷം 11 സലാത്ത്. നമ്മുടെ ഷെയ്ഖല്ലേ, TC ഉസ്താദിൻ്റെ ഉസ്താദല്ലേ. ബഹുമാനപ്പെട്ടവർ അത് കൊടുത്തിട്ട് ചോദിച്ചു, ഇത് ചൊല്ലിയാൽ എന്താ കിട്ടുക എന്നറിയോ? ഇല്ല, ഇത് ചൊല്ലിയാൽ ഖബറിലേക്ക് മയ്യത്ത് വെക്കുമ്പോൾ മുത്തുനബി കൈതട്ടി ആശീർവദിക്കും, കൈതൊട്ട് ആശീർവദിക്കും. മുത്തുനബിൻ്റെ കൈതൊട്ട മയ്യത്ത് പിന്നെ സബാനിയാക്കൾ തൊടുവോ? മഗ്‌രിബിന് ശേഷം 11 സലാത്തും പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പറ്റാത്ത ദിവസവും ആ നേരം അത് ചൊല്ലിയിട്ടിടില്ല. അങ്ങനെ സ്വലാത്ത് കൂടുതൽ ചെല്ലുന്ന വ്യക്തി അഹ്മദ് ഇബ്നു ജഅൽ ഹൈതമി തങ്ങളോട് മുത്തുനബിയുടെ തിരക്കിട്ട ജോലി എന്താണെന്ന് ഫത്താവയിൽ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടി മുഅ്മിനീങ്ങൾ മരിക്കുന്ന സ്ഥലത്ത് ഹാജരാകലാണ്, മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കലാണ്. ഇന്ന ഔലന്നാസി ബി എന്ന ഹദീസും അതിനെ സാക്ഷാത്കരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. അങ്ങനെ മുത്തുനബി വന്നാൽ ഇബ്ലീസും കൂട്ടാളികളും കെട്ടുകെട്ടി ഓടും. അവർക്ക് അവിടെ ഇടം നഷ്ടപ്പെടും. ആ സമയം അവൻ ഈമാൻ ഉച്ചരിക്കും. ആ സന്തോഷം സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആർത്തു പിടിച്ചു പറയും, അബുശർ സന്തോഷിച്ചടാ, അബുശർ കഴിച്ചിലായടാ, അബുശർ രക്ഷപ്പെട്ടടാ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സുവിശേഷം കേട്ട് മരണത്തിൻ്റെ പൂമുഖത്ത് വെച്ച് മനുഷ്യനൊന്ന് ചിരിക്കും. ആ ചിരിയാണ് പിന്നീട് വിടർന്ന് കിടക്കുന്നത്, പൂടാതെ കിടക്കുന്നത്, ചിരിച്ചു മയ്യത്ത് കിടക്കുന്നത്. ആ സുവിശേഷം കേട്ടപ്പോൾ ചിരിച്ച ചിരിയാണ്. അങ്ങനെ നല്ല ജീവിതം നയിച്ച് മൂമിനായി ജീവിച്ച് അതിൻ്റെ ഏറ്റവും വലിയ കവചമായ സ്വലാത്ത് കൂടുതലായി ചൊല്ലി ജീവിതത്തിൽ ഇതുവരെ വന്ന പാളിച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ സഭ ഒരു പ്രചോദനവും നിമിത്തവുമായി. ഇത്രയും സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലി, പിന്നീട് അത് കയറ്റി ചൊല്ലി 3000-ആയി 4000-ആയി 10,000-ആയി 15,000-ആയി ചൊല്ലി അങ്ങനെ രാജകീയമായി നമ്മൾക്ക് നടന്നെടുക്കാൻ കഴിയണം. മനുഷ്യൻ്റെ ഈമാൻ മുഴുവനും തുടിച്ചു നിൽക്കുന്നത്, മനുഷ്യൻ്റെ ഈമാൻ മുഴുവനും സേഫായി നിൽക്കുന്നത്, മനുഷ്യൻ്റെ ഈമാൻ മുഴുവനും സേഫ്റ്റിയായി നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ കണ്ണ് സൂക്ഷിക്കുന്നതിലാണ്. കേൾക്കാൻ ആളുണ്ടാവോ, ഇതനുസരിച്ച് ജീവിക്കാൻ ആളുണ്ടാവോ, അതൊന്നും എനിക്കറിയില്ല. പെണ്ണുങ്ങളെ കാര്യം വളരെ ഗൗരവമാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, താജ്ജുദുണ്ട്, വിത്റുണ്ട്, 96 നോമ്പും നോറ്റിട്ടുണ്ട്, വൃത്തിയാണ്, റെഡിയാണ്. എന്നാലും അരക്കെട്ടിൻ്റെ ഭാഗം പർദ്ദ ടൈറ്റ് ഫിറ്റാകുന്നത് നിൽക്കണില്ലേ? ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അത് പഠിച്ചോനെ പേടിക്കാത്തതിൻ്റെ അടയാളാണ്. ഇതൊക്കെ ആളാകാൻ വേണ്ടി ചെയ്തതാണ്. അതൊക്കെ പഠിച്ചോന് വേണ്ടിയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് ബുർഖ ധരിച്ച്, പർദ്ദ ധരിച്ച്, മുഖംമൂടി ധരിച്ച്, കയ്യുക ധരിച്ച്, കാലുക ധരിച്ച്, വേണമെങ്കിൽ കാലൊടിഞ്ഞൊരു കുടയും തൂക്കിപ്പിടിച്ചിട്ടും എന്തുകൊണ്ട് അരക്കെട്ടിൻ്റെ ഭാഗം ടൈറ്റ് ഫിറ്റായി? ഈ കലാപരിപാടിയെ പറ്റിയല്ല നമ്മുടെ ചർച്ച. അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തി അവളുടെ മുഴുവൻ ഘട്ടങ്ങളിലും, മരിച്ചയിടത്തും കല്യാണത്തിലും, നിസ്കാരക്കുപ്പായം അണിയുമ്പോഴും ഊരുമ്പോഴും ഒരേ കൺസെപ്റ്റിൽ ജീവിക്കാൻ എന്ന് പറ്റുമോ അന്നേ നമ്മൾ മൂമിനാകും. അതിനെല്ലാം വിചിത്രമായ കാഴ്ചപ്പാടുകളും ഇരട്ടത്താപ്പുകളുമുണ്ടോ? നമ്മളിപ്പോഴും റൂട്ടിക്ക് കയറിയിട്ടില്ല, നമ്മളിപ്പോഴും ലൈനിൽ കയറിയിട്ടില്ല, എവിടെയോ വീണ് കിടക്കുകയാണ്.
ഇതൊന്നും ഒരു കലാപരിപാടി കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല, വലിയ സംഗതിയാണ്. പെണ്ണിന് 2 ഡ്യൂട്ടിയാണ്. ഒന്ന്, ആണുങ്ങളെ കാണാതെ സൂക്ഷിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ മുത്തനബിന്റെ കൂടെ 2 ഭാര്യമാരുണ്ട്. ഇടവും വലവും ഇരുന്ന് തമാശ പറയുന്നു. മുത്തനബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിൽ വെച്ച് സ്വർഗ്ഗത്തിന്റെ പരിമളം ആസ്വദിച്ച മഹാന. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ്. എന്തേ നിങ്ങൾ ഉള്ളിലോട്ട് വലിഞ്ഞു പോകാത്തത്? ഭാര്യമാരോട് മുത്തനബി. അത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം അല്ലേ, ഇബ്നു മക്തൂം അല്ലേ തങ്ങളെ? അവർക്ക് കണ്ണ് കാണൂലല്ലോ. അഫ അമ്യാവാനി അൻതുമാ, നിങ്ങൾക്ക് 2 ആൾക്കും കണ്ണൂടെ? അതുകൊണ്ട് പെണ്ണ് ആണിനെ കാണലും ആണ് പെണ്ണിനെ കാണലും കടുത്ത തെറ്റാണ്. പെണ്ണിന് ഒരു ദൗത്യവും കൂടിയുണ്ട്, ആണുങ്ങൾ കാണാതെ സൂക്ഷിക്കുകയും വേണം. ആണിന് ആ ദൗത്യമില്ല, നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. കാരണം പരസ്യത്തിൽ പണിയെടുക്കേണ്ടവനാണ്, അധ്വാനിക്കേണ്ടവനാണ്, മഴീഷത്ത് തേടി പോകേണ്ടവനാണ്, മറ്റു പല സ്ഥലങ്ങളിലും ഇടപെടേണ്ടവനാണ്, രാജ്യം ഭരിക്കേണ്ടവനാണ്, വാർഡ് ഭരിക്കേണ്ടവനാണ്. അവരങ്ങനെ കെട്ടിപ്പൂട്ടി അങ്ങനെ മുഖം മറച്ചൊന്നും നടക്കാൻ കഴിയില്ല. അങ്ങനെ അവൻ്റെ ഏർപ്പാടുകൾ നടക്കൂല. പെണ്ണിനതല്ല. പെണ്ണിന് ഉറുദു ഭാഷയിൽ പറയുന്ന പേരെന്നെ ഔറത്ത് എന്നാണ്. അൽ മർഅത്തു കുല്ലുഹാ ഔറ, മുഴുവനും മറ്റുള്ളവർ ഒളിപ്പിച്ചു പിടിക്കണം. ഈ 2 ദൗത്യം പെണ്ണ് നിർവഹിക്കണം. എന്തേ മൂലയിൽ ഇതിമ്മത്തന്നെ കെട്ടിമറിഞ്ഞു കൂടി എന്ന് ചിന്തിക്കേണ്ട നിങ്ങൾ. അതാണ് വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഖദ് അഫ്ലഹ മൻ തസക്കാ, സാംശീകരിച്ചവൻ കഴിച്ചിലായി. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, സംശുദ്ധമായവൻ രക്ഷപ്പെട്ടു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തിയുള്ളവർ രക്ഷപ്പെട്ടു. ഭക്തി എന്തുകൊണ്ടുണ്ടാകും? ഖൈദുൽ ഉയൂനി അനിൻ നദരി, നോട്ടത്തിനെ തൊട്ട് കണ്ണിനെ ചങ്ങലക്ക് വെച്ചാൽ ഖുശൂ ഉണ്ടാവും. ആ ഖുശൂ കിട്ടിയ മനുഷ്യൻ തസ്കിയത്ത് ഉണ്ടാവും. ആ തസ്കിയത്ത് കിട്ടിയ മനുഷ്യൻ നിസ്കാരത്തിൽ ഖുശൂ കിട്ടും. അവൻ എന്ത് കിട്ടും? അവൻ കഴിച്ചിലായി. ഫലാഹിന് അർത്ഥം പറഞ്ഞാൽ തീരൂല. അല്ലോ ഇൽമുൻ ബിലാ ജഹൽ, അജ്ഞത തൊട്ട് തീണ്ടാത്ത വിവരം. ഇസ്സുൻ ബിലാ ദുല്ലിൻ, എന്നും അഭിമാനം. ഗിനം ബിലാ ഫഖ്രിൻ, എന്നും ഐശ്വര്യം. ഫനാ ബഖാഉം ബിലാ ഫനാഇൻ, എന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്ന ജീവിതം. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയ സംജ്ഞയുടെ പേരാണ് ഫലാഹ്. ഇത് കിട്ടിയ പിന്നെ മനുഷ്യർക്ക് കിട്ടിയില്ലേ? ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇത് വേണം. കണ്ണു ചിമ്പണം. കണ്ണു ചിമ്പിയെങ്കിലേ ഈമാൻ കിട്ടൂ. കണ്ണ് ചിമ്പിയെങ്കിലേ ഖുശൂ കിട്ടൂ. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ യമനിൽ പോയിട്ടുണ്ട്. യമനിലെത്തിയപ്പോൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി 27-ാം രാവിന് നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തെരീമിലെ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയിലെ പള്ളിയിൽ നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടും ഖുശൂ മറികടന്നും ഖുശൂഓടുകൂടി നിസ്കരിച്ചതിൻ്റെ പേരിലും അള്ളാഹുവിൻ്റെ ഖുർആൻ കേട്ടതിൻ്റെ പേരിലും ബോധരഹിതരായി വീഴുന്നവരെ കയറ്റിക്കടത്താനുള്ള കട്ടിലും ബെഡ്ഷീറ്റും സജ്ജീകരിച്ചിട്ടല്ലാതെ അവിടെ നിസ്കാരം തുടങ്ങൂല. ഒരു ദിവസം തന്നെ അഞ്ച് ജുസ് ഒക്കെ ഒരു ദിവസം നിന്ന് ഓതും. നമ്മൾക്ക് ഒരു ജുസ് ഓതുന്ന പള്ളിയിൽ തന്നെ ആളെ കിട്ടണില്ല. ഒരൊറ്റ ദിവസം, ഇത് എല്ലാ ദിവസവും. നോമ്പ് 18 3 ഖത്മു തീരും. 18 നബി തങ്ങൾ മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോരും. അവരുടെ ഓത്ത് തന്നെ 18 മൂന്നാമത്തെ ഖത്മിൻ്റെ ഖിതാമുൽ മിസ്ക് ഉണ്ടാവും. അതിൽ ബോധം കെട്ടങ്ങനെ പോകും. ബുഗണോല കയറ്റിക്കെടുത്താൻ കട്ടിലും പെട്ടു അപ്പുറത്ത് റെഡിയാണ്. അല്ലാ, എന്തുകൊണ്ടാണ് അവർക്കത് സാധിച്ചത്? അങ്ങനെയുള്ളൊരു നിസ്കാരത്തിന് എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
ആ നിസ്കരിച്ചു പോയ ഒരു വ്യക്തിക്ക് അത് കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നില്ലല്ലോ. ഇതാണ് ഏറ്റവും വലിയ ഒരു സംഗതി. ഏറ്റവും വലിയ ഒരു സംഗതിയാണിത്. എന്താണതിന് കാരണമെന്നറിയോ നിങ്ങൾ? 5.5 മാസക്കാലമാണ്, 5.5 മാസത്തോളമാണ് ഞാനവിടെ താമസിച്ചത്. ഈ 5.5 മാസത്തിനിടക്ക് അവിടെയുള്ള മുഴുവൻ സഹോദരിമാരും പണിക്ക് പോകുന്ന, ജോലിക്ക് പോകുന്ന, ആട് മേക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ പോലും മുഖംമൂടി ധരിച്ച്, കയ്യുക ധരിച്ച്, കാലുക ധരിച്ച്, അങ്ങനെയാണ് അവിടെ ജീവിതം. കാറ്റടിച്ച് വല്ല ശരീരത്തിൻ്റെ വടിവും വ്യക്തമായെങ്കിൽ, വല്ല ടൈറ്റ് ഫിറ്റും കണ്ടെങ്കിൽ, കാറ്റടിച്ച് വല്ല ശരീരത്തിൻ്റെ വടിവും കണ്ടുപോയെങ്കിൽ എന്ന് ഭയപ്പെട്ട് 5-6 മീറ്റർ വലിപ്പമുള്ള പഴയ കാലത്ത് നമ്മുടെ ഉമ്മാമ്മമാര് പൊതിച്ചിലില്ലേ മൂടുപടം, അതടിഞ്ഞുകൊണ്ടാണ് ആ ഉമ്മമാര് നീങ്ങുക. 5.5 മാസക്കാലം അവിടെ ഞാൻ താമസിച്ചിട്ട് 85 വയസ്സ് തോന്നിക്കുന്ന 85 വയസ്സ് തോന്നിക്കുന്ന ഭ്രാന്തുണ്ടോ എന്ന് തോന്നിപ്പോയ ഒരു ഉമ്മ ഒരു പീഡികത്തിണ്ണയിലിരിക്കുന്നുണ്ട്. അതുമാത്രമാണ് 5.5 മാസത്തിനിടക്ക് ഒരു സ്ത്രീയുടെ ശരീരഭാഗം കണ്ടത്. 5.5 മാസക്കാലം ആ ഒരു നാട്ടിൽ താമസിച്ചിട്ട് മറ്റൊരു പെണ്ണിൻ്റെയും മുഖം, ഒരു മാംസളമായ ഭാഗം, ഒരു മുടിനാരിഴ പോലും കാണേണ്ടി വന്നില്ല. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് തസ്കിയത്ത് കിട്ടിയപ്പോൾ ബോധം കെട്ടു വീണപ്പോൾ അവർക്ക് എല്ലാം കിട്ടി. ഇദാ ദുഃഖിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, അല്ലാഹ് എന്നിങ്ങോട്ട് കേട്ടാൽ ഹൃദയം പടപടക്കും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അവരുടെ മേലിൽ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, ഈമാൻ കത്തിക്കേറി. ആ ഈമാനാണ്. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബീങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇങ്ങനെ ഒരു ഈമാന് നമ്മൾക്ക് കിട്ടണ്ടേ? ആ ഈമാന് നമ്മൾക്ക് കിട്ടിയിട്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു മധുരമുള്ള നിസ്കാരം നമ്മൾക്ക് നിസ്കരിക്കണ്ടേ? ആ നിസ്കരിച്ച മനുഷ്യന്മാർക്ക് കിട്ടുന്ന ഫലാഹും പടച്ചോനെ കാണലും നമ്മൾക്കും ലഭിക്കണ്ടേ? അങ്ങനെ നമ്മൾക്കൊന്ന് രക്ഷപ്പെട്ട് മരിച്ചു പോകണ്ടേ? അതുകൊണ്ട് ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബീങ്ങൾ ചിന്തിക്കണം, സഹോദരിമാർ ആലോചിക്കണം. ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ടൊരു ഈമാനുള്ള ജീവിതം എനിക്ക് ലഭിച്ചുവോ? ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടൊരു ഈമാനുള്ള ജീവിതം എനിക്ക് കിട്ടിയോ? വെളിച്ചത്തിൽ പേടിച്ച പടച്ചവനെ ഇരുട്ടിൽ പേടിക്കാൻ, പകലിൽ പേടിച്ച പടച്ചവനെ രാത്രിയിൽ പേടിക്കാൻ, കതക് തുറന്നപ്പോൾ പേടിച്ച പടച്ചവനെ കതകടഞ്ഞപ്പോൾ പേടിക്കാൻ, പുതപ്പിന് പുറത്തു വന്നപ്പോൾ പേടിച്ച പടച്ചവനെ പുതപ്പിൻ്റെ ഉള്ളിൽ പേടിക്കാൻ, സ്വദേശത്തു പേടിച്ച പടച്ചവനെ വിദേശത്തു പേടിക്കാൻ എനിക്ക് കഴിഞ്ഞോ? എനിക്കതിന് സാധിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ചർച്ച. ഇന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഈ സ്വത്താണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് മടവൂർ പാപ്പയും ബഹുമാനപ്പെട്ട ശൈഖുന TC ഉസ്താദും മുഴുവൻ ആരിഫീങ്ങളും നമ്മളിലേക്ക് വരച്ചു തന്ന നമ്മളിലേക്ക് അവർ വിരിച്ചു തന്ന, അവർ ത്യാഗം ചെയ്ത് നമ്മളിലേക്ക് നമ്മുടെ കൈവെള്ളയിൽ വെച്ചു തന്ന ഈമാനുണ്ടല്ലോ, ആദർശമുണ്ടല്ലോ, അഖീദയുണ്ടല്ലോ, അതുമായിട്ടൊന്ന് തിരിച്ചു പോകണം നമ്മൾക്ക്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് നമ്മുടെ മടവൂര് പാപ്പയുടെ ആണ്ടും ഉറൂസും ബഹുമാനപ്പെട്ട TC ഉസ്താദിൻ്റെ ഉറൂസും നമ്മൾ ഈ ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കുന്നതും സ്വാഗത ഭാഷണത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ കേട്ടതുപോലെ പരിപാടിക്കൊരു പരിപാടി എന്ന നിലക്ക് സംഘടിപ്പിച്ചതല്ല ഇത്. ഇതിലൂടെ ഒരുപാട് നന്മകൾ പൂത്തുലയണം,
ഒരുപാട് സുഹൃതങ്ങൾ വരണം, അവരുടെയൊക്കെ ഒരു മദത് ലഭിക്കണം, അവരെ കൊണ്ട് നമ്മൾക്ക് കാര്യം കിട്ടണമെന്ന് ആശിച്ചഭിലഷിച്ച് നമ്മൾ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമാണെന്ന് സ്വാഗത ഭാഷകൻ ഹിസ്സമായി പറഞ്ഞല്ലോ. അതാണ് നമ്മുടെ പ്രോഗ്രാം. അതുകൊണ്ട് ഈ സഭയിൽ വെച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു, ഇന്ന് മുതൽ ഞാൻ മുഅ്മിനാവുകയാണ്, ഇന്ന് മുതൽ ഞാൻ മുഅ്മിനാവുകയാണ്, ഇന്ന് മുതൽ ഞാൻ മുഅ്മിനാവുകയാണ്. പോയകാല ജീവിതത്തിലേത് മോയകാല ജീവിതത്തിൽ മുഴുവനും അള്ളാഹു നമ്മൾക്ക് പുറത്തു തരും. പുറത്തു തരാനുമയ്യഗ്ഫിറുദ്ദുനൂബ. നമ്മുടെ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ എന്തെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ചെയ്ത ചണ്ടിത്തരങ്ങളെയും തെറ്റത്തരങ്ങളെയും മാപ്പു തരാനൊരു പടച്ചവനുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഏറ്റവും വലിയൊരു സ്ഥാനം അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെയ്ത ഒരു തെറ്റും പടച്ചോൻ പൊക്കൂല എന്ന് പറയാൻ പടച്ചോൻ അധികാരമില്ലേ? നമ്മൾ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് പലോരോടും അത് പറഞ്ഞില്ലേ, ഒക്കെ പൊറുത്താലും അത് പൊറുക്കൂലടാ. മരോളോട് പറഞ്ഞില്ലേ, അമ്മായിമാനോട് പറഞ്ഞില്ലേ, ഭർത്താവിനോട് പറഞ്ഞില്ലേ, ഭാര്യനോട് പറഞ്ഞില്ലേ, ഒക്കെ മറന്നാലും ഞാനത് മറക്കൂല, ഒക്കെ പൊറുത്താലും ഞാനത് പൊറുക്കൂല, ഞാനത് പരലോകത്ത് വെച്ച് ചോദിച്ചേ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ തെറ്റില്ലേ, എന്നൊക്കെ പറഞ്ഞ് സംഭവമല്ലേ നമ്മുടെ അടുത്ത്. ഇപ്പറിച്ചിലെങ്ങാനും പഠിച്ചോൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പോയകാല ജീവിതത്തിൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാൻ നമ്മൾക്കൊരു പടച്ചവനുണ്ട്. ചോദിച്ചാലും ചോദിച്ചാലും ചടക്കാത്ത, ചോദിച്ചാലും ചോദിച്ചാലും ചടക്കാത്ത ഒരു പടച്ചവൻ നമ്മൾക്കുണ്ട്. ചോദിച്ചാൽ ചടക്കുന്ന പടപ്പുകളും ചോദിച്ചാൽ ചടപ്പില്ലാത്ത പടച്ചോനും. അതാണ് പടച്ചോനും പടപ്പോളും തമ്മിലുള്ള വ്യത്യാസം. ഞാനും ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളും അജ്മീറിൽ പോയി. അയാൾ ഒരു കെട്ട് പൈസ ആയിട്ട് വന്നു. അന്ന് 10 റുപ്യ വലിയ പൈസ, ഒരുപാട് മുമ്പാ, ഒരു 10 കൊല്ലം മുമ്പൈക്കാർ. അപ്പം യാചകന്മാരായ ആൾക്ക് അവിടുത്തെ ലീഫാനായ വിരുന്നുകാരായ ആളുകൾക്കൊക്കെ വരീബ് നവാസിൻ്റെ വിരുന്നുകാരല്ലേ, അവർക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ചിലപ്പോൾ തരും, ഞാനും കൊടുക്കും ചിലപ്പോൾ. ഒരു പെണ്ണ് എന്തായാലും പിന്നൊന്നും പോകണില്ല. ആദ്യം 10 കൊടുത്തു, പിന്നെയും പെണ്ണ് വെയ്ത്താല്, പിന്നെയും 10 കൊടുത്തു, പിന്നെയും പെണ്ണ് വെയ്ത്താല്, പിന്നെയും 10 കൊടുത്തു, പിന്നെയും പെണ്ണ് വെയ്ത്താല്. ആ പെണ്ണ് എന്തായാലും പോണില്ല. എന്താ സംഗതി അറിയുന്നില്ല. ഞങ്ങളെ കയ്യിലുള്ള പൈസ കണ്ടിട്ടാണോ, അതല്ല എൻ്റെ കമ്മീസ് കണ്ടിട്ട് ഇയാൾ അറബിയാന്ന് വിചാരിച്ചിട്ടാണോ, അതൊന്നും അറിയില്ല. എന്നാലും അങ്ങനെ കമ്മീസ് ഇടല്ലേ, ഞാനൊന്ന് ഇട്ടീന്. കമ്മീസ് ഇട്ടൽ തോപ്പൊക്കെ ഇടണോല് അറബിയാളല്ലേ കാരണം, അങ്ങനെ വിചാരിച്ചൊന്നും അറിയില്ല. ഏതായാലും പെണ്ണ് പോകുന്നില്ല. അതിൽ ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു ഉറുദു ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തിരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കുകയാണ്. 4ാമത്തെ തട്ടും പിന്നെ പെണ്ണ് പൈസ ചോദിച്ചാണ്. അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു ഉറുദു, തല്ലുള്ളാതെ കഴിച്ചില്ലാനുള്ള ഉറുദു എൻ്റെ അടുത്തുള്ളൂ, അതൊന്ന് പിന്നെ ഒന്ന് അയാളോട് ആ പെണ്ണിനോട് പറച്ചിൽ തുടങ്ങാൻ വേണ്ടി നാവ് ഇങ്ങോട്ടെടുത്തപ്പോൾ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇതന്നല്ലേ നമ്മൾ പഠിച്ചവനോടും കാട്ടുന്നത് എന്ന് ചോദിച്ചു. ആടുക്കണം കഴിഞ്ഞു. ഇതിനെ സിറാത്തുൽ മുസ്തഖീം ദിവസം 17 പഠിച്ചവനോട്, ഇയ്യാക നസ്തഈൻ ദിവസം 17 പഠിച്ചവനോട്, റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി ഒറ്റ നിസ്കാരത്തിൽ തന്നെ 28 വട്ടം. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. 11 വട്ടം ചോദിച്ചെന്നെ പിന്നെയും ചോദിച്ചെന്നെ ഒരു ചടപ്പൂല്ല. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. അത് അള്ളാഹ്ക്ക് നമ്മളോടുള്ള സ്നേഹ. ചെറിയ കുട്ടികളെ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട ഭയങ്കര ഇഷ്ടമല്ലേ, ഭയങ്കര സംഭവമല്ലേ, ചോദിപ്പിച്ചൂലേ നമ്മൾ. അതുകൊണ്ടല്ലേ നമ്മൾ കൊണ്ടുപോയ മുട്ടായി കൊടുക്കാതെ ഇങ്ങനെ കെഞ്ചിച്ചൂലേ നമ്മൾ. ഓലിങ്ങനെ അപ്പാ തരി എന്ന് നമ്മളിങ്ങനെ കെഞ്ചിച്ചിട്ടെന്തിനാ? ഓലെ കെഞ്ചല് കേൾക്കാനുള്ള പൂതി കൊണ്ടാ. അതെന്തുകൊണ്ടാ? ഓലോടുള്ള അതിർപ്പം കൊണ്ടും സ്നേഹം കൊണ്ടാ. അപ്പം മക്കളെ 99 സ്നേഹവും നമുക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരു സ്നേഹം ഭൂമി ലോകത്തേക്കും വാനലോകത്തേക്കും സ്പ്രെഡ് ചെയ്ത് അതിലെ 99 ഭാഗവും മുത്തുനബിക്ക് കൊടുത്ത് അതിലെ ഒരു ഭാഗം സ്പ്രെഡ് ചെയ്തപ്പോൾ കാറ്റ് തട്ടിയ നമ്മൾക്ക് ഈ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ പിഞ്ചു പൈതങ്ങൾ, പേരമക്കൾ, നമ്മുടെ കെട്ടും പൊട്ടും തിരിയാത്ത മക്കൾ നമ്മളോട് മുട്ടായിക്കും ചോക്ലേറ്റിനും കെഞ്ചുന്നതും യാചിക്കുന്നതും നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മൾക്ക് തരാനും വേണ്ടി 10 വെച്ച 99 സ്നേഹത്തിൻ്റെ ഉടമയായ
അള്ളാഹുവിന് നമ്മുടെ കെഞ്ചൽ എത്രമേൽ ഇമ്പമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ സ്പീഡിൽ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നറിയില്ല. അല്ല ഒഴികെ ആരുണ്ട് പൊറുക്കാൻ? സകലം പടച്ചവൻ പൊറുക്കും. അതുകൊണ്ട് മക്കളെ ബേജാറാവണ്ട, അപകർഷതപ്പെടണ്ട, സങ്കടം വേണം. വാട്ട് ഈസ് ദ അപകർഷത? അപകർഷത എന്ന് പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പഴുതില്ല എന്ന് പറഞ്ഞ് അവൻ്റെ പ്രതീക്ഷയറ്റുപോകലാണ്. ഇല്ല, അങ്ങനെയില്ല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങളെ ഞാൻ കൈയൊഴിയുമെന്ന് നിങ്ങൾ എന്നെ പറ്റി വിചാരിച്ചു പോകരുത്. പടച്ചവൻ്റെ ഒരു റിക്വസ്റ്റ് അടിമകളോട്. അതുകൊണ്ട് പടച്ചവൻ മാപ്പ് നൽകും. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ, അശ്ലീലം പറ്റിപ്പോയി, വേണ്ടാത്തരം പറ്റിപ്പോയി, ചെയ്തു പോയി. ആയത്ത് തുടർന്നു, അങ്ങനെ അല്ലാഹുവിനോട് മാപ്പിനപേക്ഷിച്ചു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരുണ്ട് പടച്ചവനല്ലാതെ പൊറുക്കാൻ? എന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പടച്ചവൻ, വലം യുസിറൂ അലാ മാ ഫഅലൂ, പിന്നീടത് തുടർന്നില്ല. നമ്മൾ അവിടെ നിൽക്കണം. എന്നാ പടച്ചോൻ പുറത്തു തരും. എന്ത് മതി? ഇന്ന് നമ്മൾ ഈ സെക്കൻഡിൽ തീരുമാനിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇന്ന വീക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന വീക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന വീക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന വീക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന വീക്കുണ്ട്. ഓരോരുത്തരും സ്വന്തത്തിലേക്ക് മടങ്ങുവീൻ. ഞാൻ എൻ്റെ സ്വന്തത്തിലേക്ക് മടങ്ങോട്ടെ, നിങ്ങൾ നിങ്ങളെ സ്വന്തത്തിലേക്ക് മടങ്ങുവീൻ. ആരോടും പങ്കുവെക്കണ്ട. അള്ളാഹ്ക്കത് ഇഷ്ടമല്ല നമ്മൾ വഷളാകുന്നത്. നമ്മക്ക് പോരാത്തരല്ലെങ്കിലും നമ്മളെ പടച്ചോന് പോരാത്തരാണ്. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത തെറ്റ് പോലും മറ്റൊരുത്തരോട് പറയരുത്, മറ്റൊരുത്തൻ്റെ തെറ്റ് നിങ്ങൾ വിളിച്ചു പറയരുത്. നിങ്ങളെ പൊതി നാളെ പരലോകത്ത് കഴിച്ച് നാറ്റിക്കാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ പൊതിയൊന്നും നിങ്ങൾ നാറ്റിക്കല്ലേ, കഴിച്ചല്ലേ. മൻ സത്തഹ മുസ്ലിമൻ സത്തഹുല്ലാഹു യൗമൽ ഖിയാമ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. കുടുങ്ങിയാലല്ലാതെ ഒരു തെറ്റ് വിളിച്ചു പറയാൻ പാടില്ല. ഓനെ തല്ലുന്നേ, ഓനെന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞാലേ മറ്റൊരു സൈക്കാരം മറ്റുള്ളൂ എങ്കിൽ പറഞ്ഞോളൂ. അങ്ങനെയുള്ള ഗത്യന്തരല്ലാത്ത ഘട്ടത്തിലല്ലാതെ നിങ്ങൾ ചെയ്ത തെറ്റോ മറ്റൊരാൾ ചെയ്ത തെറ്റോ നിങ്ങൾ പരസ്യപ്പെടുത്തരുത്. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ അടിമകൾ വഷളാകുന്നത് എനിക്ക് വേദനയാണ്. പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെയുള്ളൊരു പടച്ചവനില്ലേ നമ്മൾക്ക്? ഈ പടച്ചവനെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, എന്നാൽ കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് ഈ വയല് മതിയേനു, ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ഈ വയല് പറഞ്ഞാൽ മതിയേനു. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായി ജീവിച്ചു കണ്ട് അതുവരെ ദാമുധൂമാകയിനു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മതിയേനു. പക്ഷേ ഇന്നത്തെ പത്രെടുത്തു നോക്കൂ നിങ്ങൾ. 21കാരൻ്റെ മരണമുണ്ടതിൽ, 27കാരൻ്റെ മരണമുണ്ടതിൽ, 38കാരിയുടെ മരണമുണ്ടതിൽ, 61കാരൻ്റെ മരണമുണ്ടതിൽ, 57കാരിയുടെ മരണമുണ്ടതിൽ. ഈ സഭയിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ചരമകോളത്തിലുണ്ട്, വിയോഗകോളത്തിലുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ സേഫ് ആവുക? എങ്ങനെയാണ് നമ്മൾ സേഫ്റ്റി ആവുക? പിന്നെ രക്ഷപ്പെടാൻ എന്താ മാർഗം? നിന്ന നിൽപ്പിൽ മരിച്ചു വീഴുന്നത് മനുഷ്യനല്ലേ? ഒരു കോഴി പോലും 10 ദിവസം കുണക്കടായിട്ടേ ചാവുള്ളൂ. ഏതെങ്കിലും ഒരു പോത്തോ എരുമയോ ഏതെങ്കിലും ഒരു മുരിയോ കാളയോ നിന്ന നിൽപ്പിൽ മരിച്ചങ്ങോട്ട് വീണു, ചത്തങ്ങോട്ട് വീണു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ ടൗണിൽ വെച്ച്, കോഴിക്കോട്ടങ്ങാടിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു, അറ്റാക്കായി മരിച്ചു, ബോധം കെട്ട് വീണ് മരിച്ചു. മനുഷ്യൻ്റെ കാര്യത്തിലല്ലേ ഇത് കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്നവൻ്റെ ആയുസ്സിന് ഗ്യാരണ്ടിയില്ല. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ആയുസ്സിനും ഗ്യാരണ്ടിയില്ല. കിട്ടിയതൊക്കെ ലാഭം. ഇനി നമ്മൾക്ക് രക്ഷപ്പെടാനൊരു പഴുതേ ഉള്ളൂ. നമ്മൾക്ക് മരിക്കണമല്ലോ. മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണമല്ലോ. ഈമാനിൻ്റെ നിർവചനം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവല്ലോ, എനിക്കും ബോധ്യപ്പെട്ടല്ലോ എന്താണ് ഈമാനെന്ന്. ഇതിലേറെ പച്ചമലയാളം ഇനി ഈമാനിൻ്റെ കാര്യം പറയാനില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത്രയും സ്പഷ്ടമായി വ്യക്തമായി ആ കാര്യം എൻ്റെ സമൂഹത്തിന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്,
അല്ലാഹുമ്മ ഷ്ഹദ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ഒരുപാട് അപ്പുറത്താണ് കാര്യം. ഈ കള്ളിയൊന്നും പൊളിയില്ലല്ലോ. ഈ കള്ളി പൊളിയാൻ ഒരു സഭയുണ്ട്. ആ സഭ ഏതാണ്? കുഫരിയത്ത് മുഴുവനും കുഫരിയത്തിൻ്റെ കൂട്ടത്തിൽ. ദുന്യാവിൽ മുസ്ലിങ്ങളായി ജീവിച്ചവർ മുഴുവനും മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് ഈ സമൂഹത്തിന് വലിയ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കണം. ഇതിന് ഏറ്റവും വലിയ കവചമായ സ്വലാത്ത് നന്നായി ചെല്ലണം. 700 സ്വലാത്ത് ദിവസം ചൊല്ലുന്ന വ്യക്തി മരിക്കുമ്പോൾ മുത്തുനബിനെ കണ്ടേ മരിക്കുള്ളൂ. അല്ലാഹ്, അബുൽ അബ്ബാസുൽ മഖ്സി തങ്ങൾ 50,000 സ്വലാത്ത് ദിവസം ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മളെ അദ്ദാദിൽ ആദ്യത്തെ ഫാത്തിഹ ആദിയ ചെയ്യുന്ന സയ്യിദുൽ ഫഖീഹ് മുഖദ്ദം തങ്ങളില്ലേ, അവർ 1,00,000 തവണ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000, മുഹമ്മദ് റസൂലുള്ളാഹി 1,00,000, സല്ലല്ലാഹു അലൈഹി വസല്ലം 1,00,000. 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും ചൊല്ലിയ മഹാനാണ് സയ്യിദുൽ ഫഖീഹ് മുഖദ്ദം തങ്ങൾ. നമ്മളൊരു 700 സ്വലാത്ത് ദിവസം ചെല്ലുക. എന്നാൽ തന്നെ നമുക്ക് പോകുമ്പക്കേരാന്ന് ബസ്സേര് പറയില്ലേ സ്കൂൾ കുട്ടികളോട്, അതേമാതിരി ലാസ്റ്റ് ആളായിട്ടെങ്കിലും കയറാ. 700 ഏറ്റവും കൂടുതൽ സ്വലാത്ത് എന്നതിൽ ഏറ്റവും ചെറുത്. MA ഉസ്താദിനെ കാണാൻ പോയപ്പോൾ MA ഉസ്താദ് പറഞ്ഞൊരു 300 ഉണ്ട്. ഏറ്റവും ഒരു 300 സ്വലാത്ത് എല്ലാം വേണ്ടി പറഞ്ഞു. അങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ട്. അതെങ്കിലും